ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ചലഞ്ച് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ആക്ച്വലി കോമ്പറ്റീഷൻ ആയിട്ട് കാണുന്നത് ഞങ്ങൾ തന്നെയുള്ളൂ. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഇവർക്കെതിരെ ഭയങ്കര കമന്റും കാര്യങ്ങളൊക്കെയാണ് മോശമായിട്ടുള്ള. അത് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് തുറന്നു പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പേടിക്കേണ്ട, ഭയം എന്താണ്ട് തീർച്ചയായി ഊളത്തരം കൊണ്ടിറങ്ങിക്കഴിഞ്ഞാൽ പതനവും വേഗത്തിലായേക്കാം എന്നുള്ള രീതിയിലെ ഒരു കമൻറ്റാണ്. ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ഇത് പറയുന്നുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് കുറച്ച് കമൻസും കാര്യങ്ങളും വെക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ തന്നെ പറ, ഇവരെ ഇഷ്ടപ്പെടുന്നവരാ എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ ലൈക്ക് ഇട്ടാൽ മതി. ഇവരെ ഇഷ്ടപ്പെടുന്നവർ മാത്രം കേട്ടോ ലൈക്ക് ഇട്ടാൽ മതി. ലൈക്ക് ഇടുക, ഇവരെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ലൈക്ക് ഇടുക. കാരണം എന്ന് വെച്ചാൽ കുറേ എണ്ണം ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാത്തൊരു വ്യക്തിയാണ്. നമ്മൾ റിയാക്ഷൻ വീഡിയോ അങ്ങനെ പോകുന്നൊരു മൈൻഡ് സെറ്റ് മാത്രമായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ഇപ്പം ഈ അടുത്ത ഒരു 1.5 വർഷം കൊണ്ടുള്ള കാര്യം പറയുന്നത്. പക്ഷെ ഇവറ്റകളെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ നല്ലൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. വന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ഈ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ കുളിച്ചിട്ട് വന്നിട്ട് എന്താ പറയുക, വന്നിട്ട് അങ്ങോട്ട് കേൾക്കാൻ പറ്റിയ കുറച്ച് പാട്ടുകളുണ്ട് പറഞ്ഞേ. ഞാൻ മിക്ക ദിവസങ്ങളും ഇരുന്ന് കേൾക്കും. ഒരു സമാധാനമാണ് അത്. സമാധാനം എന്ന് വെച്ചാൽ ഒന്നൊന്നര സമാധാനമാണ് അത്. ഇപ്പം എന്താ പറയണ്ടേ, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കുഴപ്പമുണ്ട്. അങ്ങ് വളർത്തി കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടിട്ട് അങ്ങ് കല ഒടിപ്പിക്കും ചില ആൾക്കാർ അങ്ങനെയാണ് സത്യം പറഞ്ഞത്. ഇപ്പം ഇവരുടെ ഒരു വീഡിയോ കാണുമ്പോൾ ഇനി എന്തോ അതിൻ്റെ താഴെ വരുന്ന കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം വരുവാണ്. ഇതിപ്പോൾ ജാതി മതം അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ ഇങ്ങനെ കയറ്റിവിടുന്ന കുറേ നാറികളുണ്ട്. എടാ, നിനക്കൊന്നും വേറെ പണിയില്ല. പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കിൽ ഇരിക്കുന്ന കുറേ കിഴങ്ങന്മാർ, ഈ അടി വന്ന് കമന്റ് ഇടുന്ന ആണും പെണ്ണും കെട്ട കുറേ അവന്മാരുണ്ട്. പല തന്തയ്ക്ക് സ്വഭാവമുള്ളവന്മാർ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ഒരു കേസ് കേട്ടില്ല. ഇവിടെ കുറച്ചൊരു സമാധാനം കിട്ടൂടെ? ഞാൻ ഇങ്ങനെയുള്ള കാര്യം കേൾക്കാത്ത ഞാനൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ഭയങ്കര സമാധാനമാണ് ഇവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ. ഇവരുടെ ഇഷ്ടമാണ്. ഈ അടുത്ത സമയത്ത് MG ശ്രീകുമാറിൻ്റെ എൻ്റെ പൊന്നോ, ഇതൊക്കെ എന്താ പറയാ. കുറച്ച് ഞാനൊരു കാര്യം പറയാം. ഈ എന്താ നമ്മളൊക്കെ ഈ തല്ലിപ്പൊളിയായിട്ടൊക്കെ നടക്കുന്ന ടീംസിനൊക്കെ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് കേട്ടപ്പോൾ തൊട്ട് എന്തോ ഒരു വല്ലാതെ 4 തന്തയ്ക്ക് പറയണമെന്ന് തോന്നി. ഉള്ളവരും പറയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. എന്തായാലും നമുക്ക് ആ വീഡിയോയിൽ എന്തൊക്കെയാണ് അവർ പറയുന്നത് വെച്ചൊന്ന് കേൾക്കാം. അതുകൊണ്ട് മാത്രം ഇന്ന് നിൽക്കുന്ന ഒരു ഇതിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് എല്ലാവരുടെ എഫേർട്ട് ഉണ്ട്. ഒരു പാട്ട് വൈറലായെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു പീക്കിൽ വന്നു അത് താഴേക്ക് പോകുന്ന ഒരു കാര്യം. അത് ഇന്നത്തെ കാര്യം പോലും ഇങ്ങനെയാണ്. അതെ, അപ്പൊ പക്ഷേ ആൾക്കാരുടെ ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങള് അമ്മമാരുടെ മനസ്സിലും അല്ലെങ്കിൽ ഇത്ര ആൾക്കാരുടെ മനസ്സിൽ ഒരു മക്കളെ പോലും ഇടപിടിച്ച സാധനമൊന്നും പോകത്തില്ല. അതൊരിക്കലും പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും നമുക്ക് മുന്നോട്ടുള്ള സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ഇപ്പൊ രാധൻ പ്രേമത്തോടാണെങ്കിൽ പോലും അത് തന്നെ എല്ലാ കാലം പാടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് ഞങ്ങൾ ചെയ്യണം. ഇപ്പൊ പ്രവീൺ ചേട്ടൻ പറഞ്ഞല്ലോ അവിടെ ഉണ്ണിച്ചേട്ടൻ നാട്ടിൽ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ പ്രവീൺ ചേട്ടൻ പറഞ്ഞല്ലോ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര എരിവിലേ ഉള്ളൂ അവിടെ നിന്നിട്ട്. ഉണ്ണിച്ചേട്ടൻ പറയുകയാണെങ്കിൽ ഇവിടെ ടീമിലെ ഒരു ടീം അംഗം മിസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നത്? പ്രവീൺ ചേട്ടൻ എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടല്ലോ, പുള്ളി കാനഡക്കാരനാണ്. പുള്ളി അവിടെ നിന്ന് വന്നിട്ടാണ് ഈ പാട്ടും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നാട്ടിലായിരിക്കും പുള്ളിക്കാരന്. ഇടയ്ക്ക് വല്ല 10-15 ദിവസം മാത്രം അവിടെ പോകത്തുള്ളൂ. കാരണം അവരൊക്കെ ഇതേന്നും പറഞ്ഞ് ഇപ്പം നിൽക്കുകയാണ്. അവർക്ക് നല്ല ജോലിയും കാര്യങ്ങളും നല്ല ഹൈ ലെവലിൽ നിൽക്കുന്ന ടീംസാണ്. പറഞ്ഞു മനസ്സിലായോ? കാരണം ഈ അടുത്ത സമയത്ത് ഞാനൊരു വീഡിയോയ്ക്കകത്ത് ഇവരുടെ എന്താ പറയണ്ടേ ദേഹത്ത് വന്ന് തൊടുന്ന് അത് കിട്ടുന്ന വീട്ടുകാരുടെ ഓരോ സന്തോഷവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്യണം. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇവരുടെ പരിപാടി ഇവിടെ ഉണ്ടോ അവിടെ സൈലൻസ് ആയിരിക്കും. കാരണം അവരെ വേറൊരു ലോകത്ത് കൊണ്ടുപോവുകയാണ്. ഒരു സത്യം പറയാമല്ലോ, പ്രായം ചെന്നവർക്ക് ഏറ്റവും വലിയൊരു മെഡിസിൻ എന്ന് തന്നെ പറയാം ഇവരുടെ പാട്ട്. പ്രായം ചെന്ന ആൾക്കാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറ. ഇതിനൊക്കെ ഇങ്ങനെ ഇപ്പം ഇവർ എത്രയും ലെവലിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്തിനാ അടിച്ച് താഴെ എടുത്തുന്നേ? കുറേ എണ്ണം വന്നിടുന്ന കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പുച്ഛം തോന്നുക. അങ്ങനെ കുറെ ആൾക്കാർ അപ്പോ ചില പാട്ടുകൾ അത് അവർ പാടിയില്ലെങ്കിൽ നമുക്ക് ഒരു തൃപ്തി വരത്തില്ല. അപ്പൊ നമ്മൾ അത് ആ പാട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് പാടിയ കൊള്ളാന്ന് തോന്നുന്ന സമയത്ത് ആ വ്യക്തി ആ സമയത്ത് ആ സ്റ്റേജിൽ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വൃത്തി. പക്ഷെ അത് കേട്ടാ കൊള്ളാം. ഞാൻ തന്നെ കുറെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ലിസ്റ്റ് ഇട്ട് കൊടുക്കും. ഇവ തന്നെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇവ തന്നെ എഴുതുന്നത് പേപ്പർ എല്ലാ സ്റ്റേജിലും ഒരേ ഹാൻഡ് റൈറ്റിംഗ് വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ മിസ്സിയുടെ വേദികളുണ്ടായിട്ടുണ്ട്, ഒത്തിരി വേദികളുണ്ട്. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ഒരു അനുസരിച്ചിട്ട് എങ്ങനെയാണ് നന്ദഗോവിന്ദത്തിന്റെ ഒരു സംഭവം വേണ്ടത്? ഇപ്പൊ പറഞ്ഞു പ്രവീൺ ചേട്ടൻ ഇപ്പൊ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് നന്ദഗോവിന്ദൻ തന്നെയാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ തീരുമാനം എല്ലാം നമ്മുടെ ആ പ്ലാനിങ്ങിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും കാണും. കൂടുതലാണല്ലോ ഇപ്പൊ പറഞ്ഞ സെയിം കാര്യങ്ങൾ. ഇത്ര ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേ അത് അവരുടെ കാര്യം മാത്രമല്ല, നമുക്ക് റെസ്പോൺസിബിലിറ്റി അപ്പുറം കൂടുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പരിപാടി ചെയ്ത് ആ റെസ്പോൺസിബിലിറ്റി അല്ല നമുക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറം ടൈം ഇൻവെസ്റ്റ് ചെയ്യും.
ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ബെറ്റർ ക്വാളിറ്റി അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പൊ ജോലി ഒരിക്കലും നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി തരത്തില്ല ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇതിനകത്ത് കൂടുതൽ ടൈം വേണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഒരു ഓപ്ഷനുള്ളൂ. അതുകൊണ്ടാണ് അത് ഞാൻ ചെയ്തത്. ഞാൻ ഏറ്റവും വലിയ ആഗ്രഹ പൂർത്തീകരണം ഇപ്പൊ ഈ നടക്കുന്ന കാര്യം, അതായത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് ബാക്കിയെല്ലാ കാര്യങ്ങളും വിട്ട് ഇതിനു വേണ്ടിയിട്ട് ഫുൾ ടൈം നമുക്ക് 20-25 വയസ്സോട്ട് ഞങ്ങൾ പറയുന്ന കാര്യമാണ് ഫുൾ ടൈം ഭജന. ഫുൾ ടൈം ഭജന, വേറെ ഒന്നും ചെയ്യില്ല. നമുക്ക് അതും ഫാമിലി നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മളുടെ ജോലിയല്ല ഇത്, നമ്മുടെ ഫാമിലിയുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ പ്രോഗ്രാംസ് ചെയ്യുക. അത് പക്ഷേ അതിന് ഇനിയും കുറച്ചുകൂടെ ടൈം എടുക്കുന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊരു നമ്മൾ ഈ പറഞ്ഞ ഒരു ട്രാക്കിലേക്ക് വന്നാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തില്ല. അതായത് ജോലിക്ക് പോകണം, ഫാമിലി ടൈം ഉണ്ട്, അല്ലെങ്കിൽ പ്രാക്ടീസിന് പോകണം, അതിന്റെ കൂട്ടത്തിൽ പ്രോഗ്രാമിന് പോകണം, അതിന് ട്രാവൽ ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം മാറി ഫാമിലിയും ഭജനയും മാത്രമാവുന്നൊരു എല്ലാവരും ഇത് ചെയ്യുന്നൊരു കാര്യം. അതായത് ഫ്രീ ആയിട്ടിരിക്കുന്നതിനേക്കാൾ വെറുതെ എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് ഒരു ഭാഗ്യമെന്ന് പറയാം. അവർക്കൊരു കഴിവ് ദൈവം കൊടുത്ത് അതെങ്ങനെ അവരത് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ. ഞാൻ കൂടുതൽ ഇത് വർണ്ണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓരോരുത്തരൊക്കെ ജോലി സ്ഥലത്ത് പോയി കഷ്ടപ്പെടുകയും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതൊക്കെ വീട്ടിൽ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ വീട്ടിലെ സാഹചര്യം കൊണ്ടൊക്കെ നിന്ന് പോകുന്നതാണ്. അത് വീട്ടുകാരും മോനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കണം മോനെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യുകയാണ്, അല്ലേ? എൻജോയ് ചെയ്യുകയാണ്. ഇപ്പോൾ പറഞ്ഞാൽ കുറേ ആദ്യമൊക്കെ കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യം ഇവരുടെ ഭജന പാടുന്ന സമയത്ത് ഒരു ഈച്ച പോലും കാണാനില്ലായിരുന്നു. എന്തിന് ഒറ്റയ്ക്ക് വന്ന് പാടിയിട്ട് പോയിട്ടുള്ള ഇതുണ്ട്. അത് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ അതറിയാം. ഇപ്പം എന്താ പറയുക, എനിക്ക് തോന്നുന്നത് അന്ന് ഈ പറഞ്ഞ വ്യക്തികളുടെ പാട്ടും കാര്യങ്ങളും ജനങ്ങൾ കേട്ടില്ലെങ്കിലും മോളിരിക്കുന്നവൻ കേട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഇത്രയും നല്ല സെറ്റപ്പ് രീതി വന്നത്. ഇതിപ്പം ഞാൻ നോക്കുമ്പോൾ ആ ഫേസ്ബുക്കിലെ കമൻറ്റ് എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യം കയറി. എനിക്കിപ്പം ഒരു മാസമായിട്ട് കൂടുതൽ എന്താ പറയണ്ട പഴയ പോലെ സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം ഞാൻ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നല്ല രീതി കാച്ചിയാനെ, നല്ല രീതി ഞാൻ കാച്ചി വിട്ടേനെ. ഓക്കെ, ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ആ ഫേസ്ബുക്ക് ഒന്ന് നോക്കണം. ഫേസ്ബുക്ക് കുറെ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ബോറടിക്കും. എന്തെങ്കിലും നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കണം എന്ന് പറയും. പക്ഷെ നമ്മളെ നിയന്ത്രിക്കാൻ ഒരാളില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇഷ്ടമുള്ളത്ര സമയം നമുക്ക് ചെയ്യാൻ പറ്റും. ഹരിയും ഞാനും കൂടെ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ രാവിലെ തൊട്ട് ട്രാവലിംഗ് ആണ്. നമ്മുടെ കോട്ടയത്തൊരു പ്രോഗ്രാം ആയിരുന്നു. അതിന്റെ വെന്യൂ ബുക്ക് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് അതിന് വരുന്ന ഗസ്റ്റുകൾക്കുള്ള ഹോട്ടൽ റൂംസ് ഞങ്ങൾ കയറി അതിന് വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് കോട്ടയത്ത് വന്ന് വേറെ പല കാര്യങ്ങളും ഇതെല്ലാം ഭജനയായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ നമ്മുടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് എക്സ്ക്യൂസ് പറഞ്ഞു. കാരണം അത് 8 മണി രാവിലെ 10 മണിക്ക് പോയി ഞങ്ങൾ 8 മണി 8:30 ആയപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് നിൽക്കുക. പക്ഷെ ഞങ്ങൾക്ക് ഒരു എന്താ പറയുന്നത്, അത് ഇതാണ് ഇറിറ്റേഷൻ ഇല്ല. അതായത് അച്ചീവ്മെന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഇതായിരുന്നു. അതായത് ഒരു നമുക്ക് റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ എത്തുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഫുൾ ടൈം ആയിട്ട് സ്വസ്ഥമായിട്ട് ഭജന മാത്രം ചെയ്ത് ജീവിക്കുക. അത് മാത്രമേ ഉണ്ടായിരുന്നില്ല. അതിന് ഇത്ര ഇൻകം കിട്ടണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആഗ്രഹം അതിന് മുന്നേ നമ്മൾ പണി ചെയ്ത് പൈസ അറ്റ്ലീസ്റ്റ് ഒരു എമൗണ്ട് ഉണ്ടാക്കുക, കയ്യിലുണ്ടാക്കുക, അതിനുശേഷം അത് ഇൻവെസ്റ്റ് എവിടെയെങ്കിലും ചെയ്യുക, എന്നിട്ട് പാടുക, അന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അറ്റ്ലീസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതോടും കൂടെ ജീവിക്കാം. ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് നന്ദഗോവിന്ദ. കാരണം വേറൊരു പണി ഇല്ലെങ്കിലും നമുക്ക് ഇതുമായി തന്നെ ഭജനയുമായി തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ഞാൻ ഇതിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ബാക്കി ഈ ഒരു ഫുൾ വെർഷന ഈ മാതൃഭൂമിക്ക് അത് കിടപ്പുണ്ട്, സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെങ്കിലും ഈ ഫുൾ ടൈം ഭജന ചെയ്യണം എന്നുള്ളത് പറഞ്ഞല്ലോ. ഏത് ഫീൽഡിൽ എന്നുള്ള പോലെ തന്നെ ഇവിടെ വെല്ലുവിളികൾ ഒരുപാടുണ്ട്. അങ്ങനെ കാണുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരിക്കും? ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ചലഞ്ച് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ആക്ച്വലി കോമ്പറ്റീഷൻ ആയിട്ട് കാണുന്നത് അങ്ങനെയുള്ളൂ. വേറെ എല്ലാവരും പറഞ്ഞിട്ട് കാര്യം ഒത്തിരി ഗ്രൂപ്പുകൾ വരുന്നത് അപ്ഡേറ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഒരു പാട്ട് മാത്രമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ചില ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് പുള്ളി ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞു ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് ഇവിടെ ഫേസ്ബുക്കിലെ പൂരത്തെറിവിളി, അതും ജാതി മതം മതി ഇതൊക്കെ കലർത്തി കുറെ നാറികളുടെ സംസാരങ്ങളുണ്ട്. അതിലോട്ട് വരാം. ഞാൻ കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വായിച്ചു തരാം. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവണം. അപ്പം പല പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്കും അവർക്കും ഇതുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ള പറയുന്നത് ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. അത് ഞങ്ങൾ കാരണം ഒരു ഇൻഡസ്ട്രി വലുതാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ അച്ചീവ്മെന്റ് ഇല്ല. അപ്പം അതൊരു ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നാളെ തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഫെയിലിയർ. അപ്പൊ അത് മാത്രമാണ് ഞാൻ കാണുന്ന തോൽവി. അപ്പോ ആ ഒരു കാര്യത്തിനെ ബീറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വർഷം, ഈ കാണുന്ന അടുത്തൊരു വർഷം ഞങ്ങൾ 26-27 നമ്മൾ അടുത്ത് കാണുന്ന ഇന്റർവ്യൂവിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. നമ്മൾ ഈ കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് അതായിരിക്കണം മുമ്പോട്ടുള്ള ഒരു സംഭവം വരുന്നത്. അത് ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് വെമിനിമല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വരാൻ പോകുന്ന പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ്. അപ്പം ഇവിടെ വീണ്ടും ഒരു 2 വർഷത്തിന് ശേഷം തോന്നുന്നുണ്ടല്ലോ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. 24-ലാണ് ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 വർഷത്തിന് ശേഷം വീണ്ടും പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ അന്ന് ചെയ്ത ക്രൗഡ് ആയിരിക്കും വരാൻ പോകുന്നത്. എന്താ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഞങ്ങള് എക്സ്പെക്ട് ചെയ്യുന്നത് നന്നായിട്ട് പെർഫോം ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക, എല്ലാവരും ഇൻവോൾവ് ചെയ്യുക. അപ്പം നമ്മൾ നന്ദഗോവിന്ദത്തിന്റെ
ഈ പറഞ്ഞ തട്ടകം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അമ്പലത്തിന്റെ വൈബ് എന്താണെന്ന് വെളിയിൽ നിന്ന് വരുന്നവർക്ക് കൂടെ അറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനത്തെ ക്രൗഡിനായിരിക്കും? ഓക്കെ, ഞാൻ കൂടുതൽ നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല, നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഇച്ചിരി ലാഗ് അടിച്ചെന്ന് തോന്നുന്നു നിങ്ങൾക്കൊക്കെ. വേണ്ടേ, ഇപ്പം നിനക്കൊക്കെ മതേതര ഭജന അല്ലേ? നിനക്കൊക്കെ എന്താ നിന്നെയൊക്കെ പൊക്കിയവൻ തന്നെ നിന്നെയൊക്കെ താഴെയിടും. നിനക്കൊക്കെ ഇഷ്ടത്തിന് പാടാനുള്ള സ്ഥലമല്ല അമ്പലം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒന്നാമത്തെ കമന്റും കാര്യങ്ങളൊക്കെ. കണ്ടില്ലേ, ആൾക്കാർ ചേഞ്ച് ആവുന്ന കാണിച്ച്. ഇന്ന് വാഴ്ത്തിപ്പാടുന്നവന്മാരായിരിക്കും നാളെ ഇന്ന് പൊക്കിയടിക്കുന്നവന്മാരായിരിക്കും നാളെ നമ്മൾ മലത്തി അടിക്കുന്നത്. എന്താ ഓൾഡ് വീഡിയോ മാപ്രകളുടെ അജണ്ടയിൽ ആരും വീഡിയോ എഴുതി, ഇത് ഇടത് മാപ്രകൾക്കിടുന്ന കെണിയാണ്. അതെന്തുവാണോ ഉദ്ദേശിച്ചതെന്ന് ആൾക്കറിയാം. നിങ്ങൾ വരുന്നതിന് മുമ്പേ ഭജന ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ക്ലച്ച് പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ കാരണം മറ്റുള്ളവർ രക്ഷപ്പെട്ടു എന്നുള്ള തള്ളു വേണ്ട. അങ്ങനെ കുറേ കമൻറ്റും കാര്യങ്ങളും. എൻ്റെ ദൈവമേ, ഈ കാലം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് പോകുന്നത്. ഓരോ വ്യക്തിയുടെ ഓരോ രീതികളെ ആദ്യം ഒരു കാര്യം മനസ്സിൽ ആക്കണം. നിങ്ങളല്ല ഇവിടെ ഭജന തുടങ്ങിയത്. വന്ന വഴി മറക്കരുത്. എന്ത് തോന്നിവാസം കാണിക്കാം എന്നാണോ ഈ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടാവും. അത് ഓർമ്മയുള്ളത് നല്ലതാ, അടിപൊളി. അപ്പോൾ അത് മാത്രമല്ല, ഇതിനേക്കാളും പൂര തെറിവിളികളുണ്ട്. ഞാൻ ഈ 2 or 3 കമൻറ്റ്, ഇതൊക്കെ കമൻറ്റുകളാണ്. ഞാൻ ഇതൊന്നും വെച്ച് വെറുതെ ഇനി ഇതാക്കുന്നില്ല. കാരണം ഇങ്ങനെ കമൻറ്റ് ഇടുന്നവന്മാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. അതുപോലത്തെ കുറേ നാറികൾ ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനാണ്? എടാ, നമുക്കൊക്കെ ഒരു സമാധാനം കിട്ടുന്ന ഇതുപോലുള്ള കാര്യത്തിലൊക്കെയാണ്. ഞാൻ സത്യം പറയല്ലോ, ഞാനൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്യാത്തൊരു വ്യക്തി ഇതിലോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, ലവ് യു ഓൾ. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തേക്കുക. ബൈ.